ഹലോ കൂട്ടുകാരെ, കായൂസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പോട്ടി മിശ്രിതം ഉണ്ടാക്കുവാണേ. എങ്ങനെയാണ് പോട്ടി മിശ്രിതം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല. ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ കൂടി ഇട്ടിട്ടാണ് പോട്ടി മിശ്രിതം തയ്യാറാക്കുന്നത്. ഇത് മണ്ണിര കമ്പോസ്റ്റാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് മണ്ണിര കമ്പോസ്റ്റ്. അത് പിന്നെ ഞാനൊരു ദിവസം മണ്ണിര കമ്പോസ്റ്റ് കാണിച്ചു തരാം. അതുപോലെ മണ്ണിര കമ്പോസ്റ്റ് ഇത് നമ്മുടെ ട്രീറ്റ് ചെയ്തിട്ടിരിക്കുന്ന മണ്ണാണ്. ഇത് ട്രീറ്റ് ചെയ്തിട്ടിരിക്കുന്ന മണ്ണാണ് ഇപ്പോൾ ഇട്ടത്. നമ്മൾ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തിട്ടിരിക്കുന്ന മണ്ണാണ്. അതുപോലെ ഇത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി, മണ്ണിര കമ്പോസ്റ്റ്, ട്രീറ്റ് ചെയ്ത മണ്ണ്. ഇനി ഇതിനകത്തേക്ക് ഇത് ഭൂവസ്ത്രമാണ്. ഇത് നമ്മുടെ മണ്ണിലുണ്ടാകുന്ന ചീത്ത കീടാണുക്കളെയെല്ലാം നശിപ്പിക്കുകയും നല്ലതിനെയൊക്കെ നിലനിർത്തുകയും ചെയ്യുന്ന ഒന്നാണ്. ഭൂവസ്ത്ര എന്നാണ് ഇത് പറയുന്നത്. ഭൂവസ്ത്ര സൂപ്പർ ആണ് ഇത്. ഇത് നമ്മുടെ സ്യൂഡോമോണസ്. ഇതും ശകലം ഞാൻ ഇങ്ങനെ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ചകിരിപ്പൊടി, ഈർപ്പം നിലനിർത്താനും ഒക്കെ ആയിട്ട് വേരിന് നല്ല ഓട്ടം കിട്ടാനും മണ്ണിന് ഇളക്കം കിട്ടാനും ഒക്കെ നമ്മൾ ഈ ചകിരിപ്പൊടി, ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇത് ഒരു ബിസ്ക്കറ്റ് പോലെ, ഒരു കട്ട പോലെയാണ് കിട്ടുന്നത്. അത് നമ്മൾ കഴുകി ഉണക്കി കഴിഞ്ഞ് ഇങ്ങനെ ബക്കറ്റിനകത്ത് വാരി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ഇത്രയും മതി. ഇനി നമ്മൾ ചേർക്കുന്നത് ചാരമാണ്. ഇത് ചാരം. അതൊക്കെ ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. ഇത് നമ്മൾ അടുപ്പ് കത്തിച്ച് കിട്ടുന്ന ചാരം. ഇതാണ് ഇത്രയും കൂട്ടം. അത് പിന്നെ നമ്മൾ ചേർക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടത്തോട് പൊടിച്ചതായത് കേട്ടോ. ഇത് കാൽസ്യത്തിൻ്റെ കുറവിനെയൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മൾ മുട്ടത്തോട് പൊടിച്ചത് ആണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കി ഇതാക്കി എടുക്കണം.